നമ്മുടെ വ്ളോഗിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ അതുകൊണ്ട് കുറച്ച് പബ്ലിക് റിയാക്ഷൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയ വഴിക്ക് നടക്കാൻ എനിക്ക് ഇഷ്ടമില്ല. 600 മീറ്റേഴ്സും കൂടി ഉള്ളൂ. നമ്മൾ ആ മൗണ്ടൈൻ നമ്മളിങ്ങനെ ഹൈക്ക് ചെയ്ത് തന്നെ പോകണം. വെൽക്കം ടു മൈ ബ്ലോഗ്. നമ്മൾ ഇരിക്കുന്നത് ഒരു ബീച്ച് വിത്ത് മൗണ്ടൻ. നമ്മ ഇവിടെ ഇത് കാണാം. നമ്മ ഇവിടെ കപ്പ ഇറച്ചി കഴിക്കാനാണ് ബീച്ചിൽ വന്നിരുന്ന് കപ്പറച്ചി കഴിക്കണതല്ലേ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മൗണ്ട് മാങ്കനോയ് എന്ന് പറഞ്ഞിട്ട് ന്യൂസിലാൻഡിലെ ടൊറങ്ക എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ്. ടൊറങ്ക ഒരു തുറമുഖ സിറ്റിയാണ്. ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ തുറമുഖം ഇവിടെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ബീച്ച്. അങ്ങ് കാണുന്ന മൗണ്ടനാണ് മൗണ്ട് മാങ്കനോയ്. നമുക്കതിൻ്റെ കുറച്ച് ഹൈറ്റിലേക്ക് പോകാൻ പറ്റും. കണ്ട, ഞങ്ങളാണ് തനി മലയാളീസ്. ന്യൂസിലാൻഡിൽ ബീച്ചിൽ വന്നിട്ട് എന്താ കഴിക്കണം എന്നതാ? കപ്പ ഇറച്ചി. ഇന്നത്തെ വ്ളോഗിൽ ഡാഡിയും കൂടി ഉണ്ട്. അമ്മയുടെ ഗ്രാൻഡ് ഡാഡല്ല, അമ്മയുടെ ഡാഡി, നിന്റെ ഗ്രാൻഡ് ഡാഡ്. നല്ല സൈസുള്ള ഷിപ്പാട്ടോ. നമ്മൾ കൊച്ചി ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ കാണാറുള്ള ഷിപ്പ് യാർഡിലൊക്കെ ആ സ്ഥലത്ത് കാണാറുള്ള ടൈപ്പ് ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉള്ള വലിയൊരു ഷിപ്പ് കേട്ടോ. അപ്പം വണ്ടി ഇവിടെ മേളിലേക്ക് പോകത്തില്ല. അപ്പോൾ നമ്മൾ ആ മൗണ്ടൈൻ നമ്മളിങ്ങനെ ഹൈക്ക് ചെയ്ത് തന്നെ പോകണം. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് വണ്ടി അകത്ത് മുകളിലേക്ക് കയറുമെന്നാണ്. റോഡ് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇതിൻ്റെ പൊക്കത്തേക്ക് വണ്ടി ഇല്ലെന്ന്. വണ്ടിയുടെ റോഡ് കാണിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ നടന്ന് തന്നെ കയറണം. അപ്പോൾ ഇത് നടന്ന് കയറാമെന്ന് ഉദ്ദേശിക്കുകയാണ്. മുകളിൽ പാരച്യൂട്ടൊക്കെ പറക്കുന്നുണ്ട്. പാരച്യൂട്ടിൽ കയറാൻ പറ്റുമെന്നും കൂടി നോക്കണം. എനിക്ക് കയറാം. പിന്നെ ഈ കാണുന്ന കടല് പസഫിക് ഓഷൻ. ഇതുവഴി വച്ച് പിടിച്ചു കഴിഞ്ഞാൽ നേരെ സൗത്ത് അമേരിക്കൻ കൺട്രീസിലേക്ക് എത്താം കേട്ടോ. നമുക്ക് ഈ മല കയറാൻ വേണ്ടി 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സ്റ്റീപ്പായിട്ട് കയറാൻ, അത് 1200 ചില്ലാനം മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈസി ആയിട്ട് നടന്ന് കയറാൻ പറ്റുന്നത്, പക്ഷെ അത് 2810 മീറ്റർ ഉണ്ട്. അത് 2.5 കിലോമീറ്ററോളം വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഈ സ്റ്റീപ്പ് തന്നെ കയറണം എന്നാണ് പറയുന്നത്. കുറെ കലോറി കത്തും. അതെ, കലോറി നിന്റെ കത്തും. ഞാൻ സ്റ്റീപ്പ് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഭയങ്കര സ്റ്റീപ്പായിട്ട് കയറി പോകാന്നുള്ള സെറ്റപ്പാണ്. മുകളിലെത്തിക്കുമ്പോൾ പാരച്യൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എത്താന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കുറച്ച് കലോറി വേണമെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കഷ്ടപ്പെടാൻ തന്നെ തീരുമാനിച്ചു. ഇനി വടിയിലെങ്ങാനും വെച്ച് വല്ല മസിലും കയറി തലകുത്തി വീഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്ക്യൂവിനെ വിളിക്കാം രക്ഷപ്പെടുത്താനായിട്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് കയറിയപ്പോൾ തന്നെ ബീച്ചിൻ്റെ ഭംഗി കണ്ടു തുടങ്ങി കേട്ടോ. നല്ല രസമായിട്ടുള്ള ബീച്ചിൻ്റെ ഭംഗി. നദാനും ഡാഡിയും വന്നില്ല, കാരണം അവർക്കിത് കയറാൻ പറ്റില്ലെന്ന് ഉറപ്പാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. കുറച്ച് സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും കിതച്ചു തുടങ്ങിയില്ലേ. സ്റ്റെപ്പിൻ്റെ കണ്ടീഷനൊക്കെ മാറിയിട്ടാ. ഇത്ര നേരം നല്ല മരത്തിൻ്റെ സ്റ്റെപ്പായിരുന്നു, അപ്പോൾ പാറ കൊണ്ടുള്ള സ്റ്റെപ്പുകളൊക്കെ കണ്ടു തുടങ്ങി. അല്ലെങ്കിൽ പണ്ട് എല്ലാവരും പോയ വഴിക്ക് നടക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഡിഫറെൻ്റായ വഴിക്ക് നമ്മൾ പോകണം. ഒരു പ്രാന്തനെ പോലെ ഞങ്ങൾ അലയുകയാണ്. ഓ മൈ ഗോഡ്, ഇവിടെ നിന്നൊക്കെ നല്ല കിഡിലും വ്യൂ ഉണ്ട് കേട്ടോ. നല്ല രസം കാണാൻ. സോ നമ്മുടെ സമ്മിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്കിനി 1145 സ്റ്റീപ്പും കൂടിയുണ്ട്, മീറ്ററും കൂടിയുണ്ട്. 100 മീറ്റർ മാത്രമേ ഇതുവരെ കംപ്ലീറ്റ് ആയുള്ളൂ. സോ ലെറ്റ്സ് ഗോ. നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോൾ ശ്വാസം കിട്ടത്തില്ല സത്യം പറയാലോ. പക്ഷേ അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും. കടലിൻ്റെ അടുക്കായിട്ടൊരു ചെറിയൊരു എന്താ പറയുക, ഒരു ഏരിയ അവിടെ. അതിൻ്റെ അപ്പുറം കടല. അയ്യോ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ലേ, സോറി. കപ്പലൊക്കെ പോകുന്നുണ്ട്. നേരെ വെച്ച് പിടിച്ച എത്ര കിലോമീറ്റേഴ്സിൻ്റെ അപ്പുറത്തായിരിക്കും മെക്സിക്കോ അമേരിക്കയൊക്കെ ഉണ്ടാവുക. വെള്ളം എടുക്കാൻ മറന്നുപോയി. ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നു, ദാഹിക്കുന്നു. സമയം എത്ര? 2 മണി 3 മണി അല്ലേ? 3 മണിയാന്ന് തോന്നുന്നു സമയം. നമ്മൾ ഹെൽത്തിയാണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ മല കയറിയാൽ മതി. കാരണം നമ്മൾ ഹെൽത്തി അല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. പക്ഷേ ഹെൽത്തിയായി ഇംഗ്ലീഷുകാരൊക്കെ സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. 70-80 വയസ്സുള്ള അപ്പാപ്പനൊക്കെ പുഷ്പം പോലെ കയറിയിട്ട് ഇറങ്ങി വന്നു. അയ്യോ, പുള്ളിയുടെ പകുതി പ്രായം പോലും നമുക്കില്ല. ഈ പോകേണ്ട വഴി കണ്ടോ? മുന്നോട്ടുള്ള മാർഗം ദുർഘടമാണ്. ഹാപ്പി ന്യൂസ് ഉണ്ട്, ഞങ്ങൾക്ക് ഇനി 815 കൂടി ഉള്ളൂ. ഇവിടെ വിളിച്ചാൽ കേൾക്കില്ല. അത്യാവശ്യം ഹൈറ്റിലെത്തി, നല്ല ഹൈറ്റിലെത്തിയോ നമ്മള്. എൻ്റെ അമ്മയെ തലയൊക്കെ വേനെടുക്കണു, നന്നായിട്ട് വേർക്കുന്നുണ്ട്. കുറച്ചും കൂടി ഉണ്ടാവുള്ളൂ. ഒരു കുപ്പി വെള്ളം കഴിക്കരുതെന്ന വളരെ നല്ലതാണ്. അതെ മാറടി സംഭവം.
600 മീറ്റേഴ്സും കൂടി ഉള്ളൂ. വിത്തിൻ 600 മീറ്റർ നമ്മളെത്തും. So, did you like this place? Well, this is my first time. So how much do you rate out of 10? Well, I have to get to the top first, and maybe a 9. Wow, fantastic. Final question. What is the first thing come to your mind when you hear the word India? Curry. Curry. Wow. You visited India before? I've never been there, but I'd love to. I do like Indian curries. വണ്ടർഫുൾ വണ്ടർഫുൾ താങ്ക് യു. നമ്മൾ നമ്മുടെ വ്ളോഗിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ അതുകൊണ്ട് കുറച്ച് പബ്ലിക് റിയാക്ഷൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പബ്ലിക്കായിട്ടുള്ള 2 പേരോട് ഇപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിച്ചു. ചമ്മലാണ്, കാരണം നമുക്കത് എക്സ്പീരിയൻസ് ഇല്ല, നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ ഫീൽഡിൽ. അപ്പോൾ ഷോർട്സിലും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പബ്ലിക് റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ 1-2 ഫണ്ണി ക്വസ്റ്റ്യൻസ് കൂടി അവരോട് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കും കാണാൻ ഫണ്ണായിരിക്കും. അതും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യണേ. എന്തായാലും മല കയറട്ടെ. 600 മീറ്റേഴ്സ് മോർ. എനിക്ക് പറ്റുന്നില്ല. ഒരു 500 മീറ്റർ കൂടി ഉണ്ടാവുള്ളൂ. നീ പോയി കണ്ടിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. നല്ല ഹൈറ്റ്. എന്നാലോചിക്ക് തിരിച്ചിറങ്ങുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ശ്വാസം കിട്ടുമോ? പക്ഷേ ഇവിടം വരെ വന്നിട്ട് തോക്കണേക്കാളും അടിപൊളി ഫീലായിരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് മുകളിലെത്തി കഴിഞ്ഞാലുള്ള ഫീല്. അതെ അതെ. ഇനി സപ്പോസ് ചത്തുപോയാലും പാരച്യൂട്ടിൽ നമ്മൾ താഴത്തേക്ക് എത്തിക്കും. അവർ പേടിക്കണ്ട. നമ്മൾ ഒത്തിരി ട്രയൽസ് ഒന്നും പോയിട്ടില്ല ന്യൂസിലാൻഡിൽ. അയ്യോ, എൻ്റെ വീഡിയോ ഫസ്റ്റോട് കാണുന്നവരുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർക്ക് അറിയാം. വളരെ കുറച്ച് ട്രയൽസൊക്കെ പോയിട്ടുള്ളൂ. പക്ഷേ ഇത്രയും കഠിനമായ ഒരു ട്രയൽ ആദ്യമായിട്ടാണ്. സ്റ്റീപ്പ്, ഭയങ്കര സ്റ്റീപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും കണ്ടോ, സീ ലെവലിൽ നിന്ന് എത്രത്തോളം മുകളിലേക്ക് ഞങ്ങൾ എത്തിയെന്ന്. വിത്തിൻ എ സ്പാൻ ഓഫ് 15-20 മിനിറ്റ്സിലാണ് ഇത്രയും പെട്ടെന്ന് മുകളിലേക്ക് എത്തുന്നത്. ഓൾമോസ്റ്റ് എത്തി മുകളിൽ. അത്രയും സ്റ്റീപ്പാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ കാല് നേരെ പോകത്തില്ല. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്, ഓരോ സ്റ്റെപ്പും. Did you like this place? Do I like Mount Maunganui? It's fabulous. Wow. Fabulous place in the world. Uh-huh. It's just going up the mountain is something that I've done for years. Yeah. And when I haven't done it, I notice it. Wow. I notice it big time. Okay. And how Yeah. much do you rate so far? How many what? How much do you rate Out of 10. so far? What rating you Look, will this is always my happy place. give? Oh, so you will give 10 out of 10. 10 Wow, out of 10. fantastic. It's pretty hard to beat it, you know, like, it's hard to the top, easy coming down. Yeah. It's like life, isn't it? Yeah. So, you know, So I will come to this gentleman. So how much do you rate? you come into this guy here. 10 of 10 'cause, we go from another side and Uh-huh. going down from this side. Oh, that's a good option. So he started from the You easiest can side try and that. So you Wow. came from the four-wheel drive track. Came from the 4-wheel drive, like So- coming down with the drifting road. I was going to say quite slippery, huh? Yeah. So your final question. What? What's the first thing come to your mind when you hear the word India? The country India. Busy comes to mind, huh? Busy. Yeah, a lot of Yeah. people there, huh? Yeah, population is so Like far. 5 million people. You're from Thailand, No, from China. from China. Okay. So Yeah. we're like Please, you similar can- populations like China. Yeah. Yeah. Did you visit India before? No, I haven't. No, No. What about you? So what about you? What's the first thing comes to your mind when you hear the word India, the country I India? really like the food in India. Food. Yeah, Oh, fantastic. Video if you You want. visited India. Wow. Can you talk about your tats, bro? Yeah. Did you visit India before? I haven't visited there, no. Oh. I just heard about it and I've done stuff online to see what prices are like, and I think, well, that's going to be pretty interesting. Well, Like, Asia is different from New Zealand. yeah, Incredibly yeah. different. Yeah. You know, this versus that, or this, that, I don't know. And it's to be experienced, I think. Yes, yes. You must experience. Yeah. It's a Yeah. very beautiful What part are you country. from? We are India, from South India. South India. South India. Yeah. Hot there? Yeah, really. So thank you guys. Thanks for Thank you your so much time for and your lovely time. meeting you. നമ്മൾ കുറച്ചും കൂടി ടോപ്പിലെത്തിയപ്പോൾ നമുക്ക് സിറ്റി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ആ കാണുന്ന സിറ്റി, ടോറങ്കയിലെ ഹൗസിങ് ഏരിയാസ്, ഇതൊന്നും നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഇത്രയും ടോപ്പിലെത്തി കഴിഞ്ഞപ്പോൾ അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഏരിയൽ വ്യൂ കുറച്ചും കൂടി നല്ല അടിപൊളിയായി. ആദ്യം ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ ആൾക്കാരൊക്കെ പൊട്ടുപോലെ താഴത്ത് കാണാൻ പറ്റുന്നുള്ളൂ. എത്താറായി. 255 മീറ്ററിനുള്ളിൽ നമ്മൾ ഈ മല കയറിയിരിക്കും. അപ്പോഴേക്കും സ്റ്റാൻഡ് ടയർഡായി, ഞാനുണ്ടായിടായി. പറ്റും. ആയി പോകും കർത്താവേ. രസമുണ്ട് കേട്ടോ. എന്നാലും അതിൻ്റെ ഒക്കെ കുറച്ച് അടിപൊളി ആൾക്കാരെ പരിചയപ്പെട്ടു. അവരുടെ അടുത്തൊക്കെ കുറേ തമാശയൊക്കെ ചോദിച്ച് വിശേഷമൊക്കെ ചോദിച്ചാൽ കയറി പോരുന്നേ. പക്ഷേ ഓൾമോസ്റ്റ് എത്താറായി. ഇപ്പോൾ ആകാശം കാണാൻ പറ്റും, പിന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എത്താറായി എന്നുള്ളൊരു ഫീൽ കിട്ടും. കാരണം താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല നല്ല ഹൈറ്റിലാണ്. സ്റ്റാൻസി ഓടി കയറുന്നു. മൈ ഗാഡ്,
മെഡിക്കൽ മിറാക്കിൾ. അയ്യോ മറ്റേ ഇസഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് കേട്ടോ. അങ്ങോട്ട് കയറുന്നു ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് കയറുന്നു. We got a wonderful gentleman here. What's your nice name? Philip. Philip. So Philip, how many times have you climbed so far? Oh, not many, maybe 1,000 times. 1,000 times? Yeah. Oh my God. We had a challenge one day and we had to get up and down in 10 goes. Oh, Yeah, but I only got 7. oh, that's also wonderful, man. My motor So you are ran out of fit. fuel, yeah, so I was like, Oh. So you prove that you are a good and very fit man. really, yeah. So out Did of lots of 10, recovery. how much do you rate out of 10? 100. 100. It's fun, right? Yeah. Yeah, get a beautiful view and good company and you get to meet nice tourists. Yeah. Hey, And I have a small funny question. What is the first thing comes to your mind when you hear the word India? India, Yeah. good at cricket. Wow. Yeah. So you are a And, cricket fan. We grew up with lots of Indian people in Tapuki. Uh-huh. Yeah, they're hard worker. Yeah. Well, thanks Good for that. attitude, very passionate. Yeah. And they care about community, so we love you. Population, Uh-huh. many people, Yeah, it's a busiest city as well. not a lot of space, so maybe you love New Zealand. Did you visit India? No, not yet. We have 2 international students behind you at the moment. But you're okay. Yeah, from Thailand. They're from Thailand. Wow, you're from Thailand. This is their first time up the mount. So how do you do so far? You enjoying? Yeah, enjoying. What's your name? My name is Pumja. My name is Wow, fantastic. So do you know India? a little bit. A little bit. So what's the first thing comes to your mind when you hear India? Butter chicken. Food. Yeah, butter chicken. So you like food in India? Wonderful. Thank you guys. അപ്പോൾ നമ്മൾ ഫൈനലി വെള്ളത്തി. ഇടയ്ക്ക് വെച്ച് വിട്ടുപോയിരുന്നെങ്കിലോ അല്ലേ? വേണ്ട മോനെ, എന്തൊരു ഹൈറ്റിൽ നിന്ന് വ്യൂ. അങ്ങോട്ട് പോയാൽ അമേരിക്ക. ഇവിടെ കുറച്ച് ദ്വീപുകളുണ്ട്, കുറച്ച് കപ്പലൊക്കെ പോകുന്നുണ്ട്. താഴത്ത് ടൊറങ്ക സിറ്റിയാണ്. മൗണ്ട് ബാങ്കണോ ഇരിക്കുന്നത് ടൊറങ്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദാ പാരച്യൂട്ട്, ഇത്ര അടുത്ത് പാരച്യൂട്ട് കാണാം. അയ്യോ, തൊട്ടടുത്ത്. വാവ്. അപ്പം മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പരന്ന ഒരു ഭൂപ്രകൃതിയാണ്. ഇവിടെ പാരച്യൂട്ടൊക്കെ ഓടുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്ന് വെച്ചു. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഒരു 360 വ്യൂ കിട്ടും. ഈ സൈഡ്, സിറ്റിയുടെ സൈഡ്, അങ്ങനെ ഒരുപാട് വ്യൂ പോയിന്റുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പല വ്യൂ പോയിന്റിൽ നമുക്ക് ഈ സ്ഥലം കാണാനായിട്ട് പറ്റും. നമ്മളിതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ച കളറാട്ടോ കടൽ കിടക്കുന്നത്. നമ്മൾ പലയിടത്തും പോകുമ്പോൾ നീല നമുക്ക് അതിൻ്റെ ഒരു കളർ ഫീൽ ചെയ്യാൻ പറ്റുക, പക്ഷേ നല്ല പച്ച കളർ. വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ കളർ ഗ്രേഡിങ് വരുന്നുണ്ടെന്ന് അറിയില്ല. നല്ല പച്ച കളറിലാണ് വെള്ളം കിടക്കുന്നത്. അതും താഴത്ത് പച്ച പുല്ല്, ഈ മലയുടെ ആ ഒരു താഴ്വാരം എല്ലാം കൂടിയായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ. പിന്നെ കണ്ണത്താ ദൂരത്ത് കടൽ, അടിപൊളി വ്യൂ. എനിക്ക് പാരച്യൂട്ടുകാരൻ ഹായ് തന്നു കേട്ടോ. ഹലോ. അപ്പോൾ മൗണ്ട് ബാങ്കന ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ടൊറങ്ക സിറ്റി. നമ്മൾ പോകുന്നത് ആ സിറ്റിയിലേക്കാണ്. ഒരു പാരച്യൂട്ട് കയറി നേരെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റാറുണ്ടെങ്കിൽ എന്ത് സുഖമായിരുന്നു. താഴത്തേക്ക് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ? അതെ, ഇറങ്ങിപ്പോകാൻ നല്ല സുഖം കേട്ടോ. ബ്രേക്ക് ഇടാൻ പറ്റുന്നില്ല, നല്ല ഇറക്കായതുകൊണ്ട്. കാല് ബ്രേക്ക് ഇടുമ്പോൾ മസിൽ ഭയങ്കരമായിട്ട് ഇതാവണു, വലിയണു. സ്റ്റാൻസിയൊക്കെ കാറ്റ് പിടിച്ച് അങ്ങ് എത്തി. അയ്യോ, നമ്മൾ പോകുമ്പോൾ നമുക്ക് വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ബാക്ക് സൈഡ് വ്യൂ കിട്ടുന്നില്ലല്ലോ. നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ഭയങ്കര രസം കടൽ കാണാനായിട്ട്. ഹലോ, അങ്ങനെ ഞങ്ങൾ വിജയകരമായിട്ട് ഞങ്ങളുടെ വാക്കിംഗ് പൂർത്തിയാക്കി. ടയേർഡ്. ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ വരുന്നവർ ഈ മൗണ്ടൻ കയറാതെ പോകരുത്, കാരണം അടിപൊളിയാണ്. മുകളിൽ നല്ല വ്യൂ ഉണ്ട്. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ തീർന്നു കേട്ടോ. ഇറങ്ങാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ചെറുതായിട്ട് നമ്മുടെ എന്താ പറയുക, ഫാറ്റ് കത്തുന്നതിൻ്റെ. പിന്നെ നമ്മുടെ എക്സസൈസ് ഒന്നും വലിയ കാര്യമായിട്ടില്ലല്ലോ, വെറുതെ തീറ്റ മാത്രമല്ലേ ഉള്ളൂ. കഴിച്ച കപ്പയിറച്ചിയും തയ്ച്ചു, എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കട്ടെ. നല്ല സീ ഫുഡ് കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ മൗണ്ട് ബാങ്കനായി അടിച്ചു. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ ചെൻഡ് ചെയ്യാണ്. അടുത്ത എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരാം. See you. Bye bye.